അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഖാലിഖിൽ അനാം വറാസിഖിൽ ലവാം മഖാസിമിൽ അഖ്സാം. അസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ ഇമാം വഅലാ ആലിഹിൽ ബററത്തിൽ കിറാം വഅഫ്ദലി തഹ്യത്തി വസ്സലാം. ഇന്ന് മാതാപിതാക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന പ്രശ്നങ്ങളാണ്. നോക്കൂ, തൻ്റെ മാതാപിതാക്കൾക്ക് തൻ്റെ മക്കൾ അവർ വിവാഹം കഴിഞ്ഞ് നല്ലൊരു ജീവിതം കണ്ട് അവരെ പേരമക്കളെ കൂടെ സന്തോഷത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് ഓരോ മാതാപിതാക്കളും. നോക്കൂ, തൻ്റെ ഉപ്പ തൻ്റെ മകളുടെ വിവാഹം കാര്യം പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി അത് വെറുക്കുകയും ഈ വിവാഹം അവളെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ അറിഞ്ഞപ്പോൾ അവർ ബോധം കെട്ട് വീകുന്ന ഒരവസ്ഥ ഒരു പിതാവ് വളരെ വേദനയോടുകൂടി പറയുന്നൊരവസ്ഥ. കാരണം മകൾ പഠിച്ച് നല്ലൊരാളാകണമെന്നാണ് മകളെ പഠിപ്പിച്ചത്. പക്ഷേ ഇന്ന് ആ കുടുംബത്തിന് തന്നെ അത് വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങളെ നിസ്സാരമായി കാണുന്നൊരവസ്ഥ എൻ്റെ ഉമ്മത്തിൽ സംഭവിച്ചാൽ അന്നായിരിക്കും ഈ ഉമ്മത്തിൻ്റെ അന്തിമം, ഈ ഉമ്മത്തിൻ്റെ നാശം എന്ന്. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ സമൂഹത്തിൽ ചില ഇടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉപ്പ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. തൻ്റെ മകളുടെ വിവാഹം കഴിക്കാൻ പുറത്താകുന്ന സമയത്ത് സുഹൃത്തുക്കളും അതുപോലെ തൻ്റെ മകളും ഇതിന് ഇത്രയും വെറുപ്പ് പ്രകടിപ്പിക്കാൻ കാരണമെന്ത്? പിന്നെ ഉപ്പാക്ക് മനസ്സിലായത് വല്ലാത്ത വേദനിപ്പിക്കുന്ന കാര്യമാണ്. തൻ്റെ കൂടെ പഠിക്കുന്ന മറ്റു സുഹൃത്തുക്കളുമായി വലിയ സ്നേഹത്തിലായവൾ. അതുകൊണ്ട് ഇവളുടെ വിവാഹം അവർക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ പരസ്പരം മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിഷത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. മുമ്പൊരിക്കലും കണ്ടു കാണാത്ത ഒരു വല്ലാത്തൊരു തിന്മയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ലൂത്ത് നബി തൻ്റെ സമൂഹത്തോട് പറഞ്ഞൊരു സന്ദർഭമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നിസ്സാരമായി കാണുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ മുസ്ലിമീങ്ങളാണ്. ഇന്ന് നമുക്ക് തന്നെ അറിയാമല്ലേ, ഒന്ന് നാം മൊബൈൽ തുറന്ന് നോക്കുമ്പോൾ ഒരുപാട് പേരുകൾ, അത് മുസ്ലിം പേരുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് എല്ലാം ഹോസ്റ്റലുകളെക്കുറിച്ച് പറയുന്നതില്ല, ചില ഇടങ്ങളിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, അവർ പഠിക്കുന്ന സ്ഥലത്തും സ്ഥാപനത്തിനും കുടുംബത്തിൻ്റെ മേൽനോട്ടം കുറയുന്നു. മേൽനോട്ടം കുറയുമ്പോൾ അവർ പുതിയ പുതിയ തെറ്റുകൾ അവിടെ ഉടലെടുക്കുന്നു. അത് പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ നിത്യഭാഗമായി മാറുന്നു. പുതിയ ഒരു സ്വാതന്ത്ര്യമാണ് ചില ആളുകൾക്ക് മാതാപിതാക്കൾ അകന്ന് ജീവിക്കുമ്പോൾ കിട്ടുന്നത്. അത് കൃത്യമായി നിയന്ത്രിച്ചില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാവിയിൽ അത് വലിയ അപകടത്തിലേക്കെത്തും. അതുപോലെ കൂട്ടുകെട്ട്, മോശമായ കൂട്ടുകെട്ടാണ് ഇവരെ ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് എത്തിപ്പിക്കുന്നത്. നമ്മുടെ പൊന്നു മക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് ഞാൻ പഠിപ്പിക്കേണ്ട ഒന്നാണ്, നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് വളരെ നല്ലതായിരിക്കണം. കൂട്ടുകെട്ട് മോശമായാൽ അവൻ നശിഞ്ഞു പോകും. ഒരാളെ ദീനെന്ത് ഏതെന്ന് ചോദിക്കേണ്ടതില്ല, അവൻ്റെ കൂടെയുള്ള സുഹൃത്തിനെ നോക്കിയാൽ മതി. അവൻ്റെ ദീൻ ഏതാണ്, അവൻ്റെ സ്വഭാവം ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഈ മോൾക്ക് ഇവിടെ സംഭവിച്ചത്. ആ മാതാപിതാക്കൾ വല്ലാത്ത ദുഃഖത്തിലായിരുന്നു. നമുക്കൊക്കെ അറിയാമല്ലോ, ഇപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചാരകരമായിട്ടുള്ള 2 പേരുകളെ, അവർ 2 പേരും മുസ്ലിമീങ്ങളാണ്. അതിലൊരു പേര് പറയുന്നൊരു വാക്കുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ പിതാവ് സ്നേഹിക്കും, എൻ്റെ പിതാവിന് ഞാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് വേണ്ടിയാണ് എൻ്റെ പിതാവ് ജീവിക്കുന്നത്. എന്നാലോ ഇന്ന് പിതാവിനെ ഒഴിവാക്കി തൻ്റെ സുഹൃത്തുമായി, ഇവളും പെണ്ണാണ് അവളും പെണ്ണാണ്, സുഹൃത്തുമായിട്ടുള്ള ജീവിതമാണ്. അവരിന്ന് മാതാപിതാക്കളെ ആക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിരന്തരം ഈ വീഡിയോ കണ്ട് ചില ആളുകൾ അതിനെ വെറുക്കുകയും ചില വലിയ വലിയ ആളുകൾ അംഗീകരിച്ചു കൊടുക്കുന്ന രംഗങ്ങളൊക്കെ നാം ഈ അടുത്ത് കണ്ടു. എൻ്റെ വീട്ടിലേക്ക് ഞാൻ അവരെ കയറ്റാം, അവർക്ക് ഞാൻ എൻ്റെ വീട്ടിൽ സൗകര്യപ്പെടുത്തി കൊടുക്കാം. ആരാണ്? പലരും പല നിലക്ക് അഭിമാനത്തോടു കൂടി അവരുടെ അഭിമാനികളാണ്
അവരെ ഫാനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ എത്രയും വലിയ വലിയ ആളുകളാണ് ഇതിനൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല വീഡിയോസുകളൊക്കെ നാം കണ്ടവരാണ്. നോക്കൂ, ഈ ഉപ്പാക്ക് ഇവിടെ സംഭവിച്ചത് തന്നെയാണ്. തൻ്റെ മകളുടെ പഠനമെല്ലാം കഴിഞ്ഞ് ഒന്ന് വിവാഹം കഴിക്കാൻ ഒരുങ്ങിയതേ ഉള്ളൂ. മകളത് സമ്മതിക്കുന്നില്ല. തൻ്റെ കൂട്ടുകാരിത് കേട്ട് ഞെട്ടി വീഴുന്നൊരവസ്ഥ. എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത സങ്കടത്തോടു കൂടി ആ ഉപ്പ പറയുന്ന ചില വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത വേദനിപ്പിച്ചു. കാരണം ഒരുപാട് പണം മുടക്കി കഷ്ടപ്പെട്ടിട്ടാണ് തൻ്റെ മകളെ പഠിപ്പിച്ചത്. മകൾ തൻ്റെ കുടുംബത്തിനും തൻ്റെ നാടിനും സമൂഹത്തിനും ഒരു അഭിമാനമുള്ള അന്തസ്സുള്ള മകളാകണമെന്ന വാപ്പ വിചാരിച്ചത്. ഇന്നോ ആ കുടുംബത്തിന് തന്നെ ചീത്തപ്പേര് കൽപ്പിക്കുന്ന ഒരു മകളായി മാറേണ്ട ഒരവസ്ഥയിലേക്കെത്തി. ഈ കുട്ടികൾക്ക് മാനസികമായ ഒറ്റപ്പെടലാണ് ചിലയിടങ്ങളിൽ ഇതിലേക്ക് കാരണമാകുന്നത്. പിന്നെ മക്കൾക്ക് ലജ്ജ എന്ന് പറയുന്നത് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലജ്ജ മക്കൾക്കില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മക്കൾ എന്തും ചെയ്യും. അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബി ഖൈർ. ലജ്ജ ഖൈറിനെ അല്ലാതെ കൊണ്ടുവരികയില്ല എന്നാണ്. ഈ സമൂഹത്തിൽ നിന്ന് ലജ്ജ ഊരപ്പെട്ടാൽ തീർന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൊരു ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ. ഇന്നക്കും ലതഅതൂന الرجال شهوة من دون النساء ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. നിങ്ങളുടെ വികാരം തീർക്കാൻ വേണ്ടി നിങ്ങൾ പുരുഷന്മാരെയാണോ സമീപിക്കുന്നത്? മിൻ ദൂനിൻ നിസാ, സ്ത്രീകളെ കൂടാതെ. ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. വളരെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഖുർആൻ ഈ ഒരു കാര്യത്തെ പറയുന്നത്. ലൂത്ത് സമൂഹത്തിൻ്റെ പ്രവൃത്തിയെ മുത്തായ റസൂൽ അതായത് ശപിച്ചതായ ലഅന അല്ലാഹു മൻ അമില അമല ലൂത്ത് കൗമിൻ്റെ ആ ഒരു സ്വഭാവം അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു അത്തരക്കാരെന്ന് നമുക്ക് ഹദീസിലൊക്കെ കാണാൻ സാധിക്കും. നമ്മുടെ മക്കൾ എല്ലാ സ്ഥാപനങ്ങളെക്കുറിച്ചും ഒന്നും പറയുന്നതല്ല. ചില ഇടങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം മക്കളെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അത് അത്തരത്തിലുള്ള ബാഡ് ടച്ചുമായി പല ആളുകളും സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ പരസ്പരം അങ്ങോട്ടിങ്ങോട്ട് വരികയാണെങ്കിൽ അത് ചീത്ത കൂട്ടുകെട്ടാണ് എന്ന് കൃത്യമായി മകൻ മനസ്സിലാക്കി അത്തരക്കാരെന്ന് പിന്മാറി നിൽക്കണം. അത്തരക്കാർ ബോധിപ്പിക്കേണ്ട ആൾക്കാരോട് തീർച്ചയായും ബോധിപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതം മെച്ചപ്പെടുത്തണം. ആ പൊന്നുമക്കളെ നാം അത്തരത്തിലുള്ള ഗൗരവത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും ഇസ്സത്ത് അവർ നഷ്ടപ്പെടുത്തും. ഇന്ന് തന്നെ നമുക്ക് കാണുന്ന പലരും വല്ലാത്ത വേദനിപ്പിക്കുന്നത് മുസ്ലിമീങ്ങളാണ് ഇത്തരത്തിൽ മുൻപന്തിയിൽ. നമുക്ക് കാണുന്നുണ്ടല്ലോ പുരുഷന്മാർ എന്ത് ജാഷി എന്ന് പറഞ്ഞിട്ടും ആദില നൂറ എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകളാണ്. ഇത് അറിയപ്പെട്ടവരാണ്, അറിയാതെ ഇങ്ങനെ എത്രയോ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഉപ്പയുടെ ഒരവസ്ഥ, ഇത് അറിയപ്പെടാതെ ആ ഉപ്പ സങ്കടപ്പെടുന്ന ഒരവസ്ഥ. അങ്ങനെ അറിയപ്പെടാതെ എത്ര ഉമ്മമാർ സങ്കടപ്പെടുന്നറിയോ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും ഉഖ്റവീങ്ങളും സജ്ജനങ്ങളായ മക്കളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.